ടി.വി. പ്രസാദ് ഒരു ഇരയായോ അതിജീവിതയായോ കണ്ട ഒരു മനുഷ്യനായി കണ്ടാൽ മതി എന്നുള്ളൊരു പ്രതികരണം അവർ അതിൽ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്, ഒരു മനുഷ്യനായി പോലും അവരെ കാണാൻ കഴിയുന്നില്ലേ എന്നുള്ളതാണ്. ഇത്രയേറെ കാലം ആക്രമണം നേരിട്ടു, ഇപ്പോഴും ആ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്ത തെറ്റെന്താണ്? അവർക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രതികരണം, അവരുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള രണ്ടാം പ്രതിയുടെ വീഡിയോ പ്രചരിച്ചതിനെതിരെ ലിങ്കുകൾ കൃത്യമായി പരാതിയടക്കം പോലീസിന് നൽകിയതാണോ എന്നുള്ള ചോദ്യമാണ്. ഇതിന് പിന്നിൽ കൃത്യമായി ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയല്ലേ സംശയിക്കേണ്ടിയിരിക്കുന്നത്? ഉറപ്പായും ശ്രുതി, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം നിസ്സഹായയായ ഒരാളുടെ ഒരു പ്രതികരണമായിട്ട് വേണം ഇതിനെ കാണാൻ. കാരണം ഇത്ര കാലം ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിയമത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടായ ഏറ്റവും വലിയ ആഘാതമാണ് ഇത് എന്ന നിലയിലാണ് ആ പ്രതികരണത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായത് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് താൻ പരാതിപ്പെട്ടതാണോ, ഞാൻ പോലീസിൽ പോയി പരാതി പറഞ്ഞതാണോ, താൻ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നോ വേണ്ടത് എന്നുള്ളതാണ് അതിജീവിത ഈ സമൂഹത്തോട് പറയുന്നത് എന്നുള്ളതാണ്. ഈ വാചകങ്ങളിൽ വളരെ കുറച്ചുള്ള വാചകങ്ങളിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. താൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്, മുന്നോട്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിത തൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത്. വളരെ ചെറിയ വാക്കുകളിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് അതിജീവിത പറയുന്നത്. ഉറപ്പായും ഇത് വലിയ സങ്കടത്തിൽ നിന്നുള്ള വാക്കുകളാണ് എന്നുള്ളതാണ്. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പൊരുതിയ ആ അതിജീവിതയ്ക്ക് നേരെയാണ് ഇങ്ങനെ മാർട്ടിനെ പോലെയുള്ളവർ മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ഈ ഘട്ടങ്ങളിൽ, അതായത് വിചാരണ കോടതിയുടെ ഉത്തരവ് പുറത്തു വരുന്ന ഘട്ടത്തിലും അതിജീവിതയെ വിടാതെ പിന്തുടരുകയാണ് ഇവരെല്ലാവരും. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയേറെ അപമാനങ്ങൾ സഹിച്ചിട്ടും, ഇത്രയേറെ ക്രൂരമായ സൈബർ ആക്രമണത്തിന് വിധേയമായിട്ടും ഇപ്പോഴും വലിയ തോതിൽ അതെല്ലാം തുടരുന്നു എന്നുള്ളതാണ് അതിജീവിതയെ വല്ലാതെ പ്രയാസത്തിലാക്കുന്നതും. ഈ രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയും ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ അവർ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്, അതായത് ഇതൊന്നും പറയാതെ നാളെ മറ്റന്നാൾ ആ വീഡിയോ പുറത്തു വരുമ്പോൾ അന്ന് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് താൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് അതിജീവിത ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കത്തിലൂടെ പോകുന്നത്. അതായത് താൻ ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തനിക്കുണ്ടാകുമായിരുന്നില്ലല്ലോ എന്നുകൂടി അതിനകത്ത് പറയുന്നുണ്ട്. കൃത്യമായ നിയമ സംവിധാനവുമായി പരാതിപ്പെട്ട ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യതയുള്ളത് അത് സർക്കാർ സംവിധാനത്തിനോടൊപ്പം ഈ സമൂഹത്തിന് കൂടിയാണ് എന്നുള്ളതാണ്, സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും കൂടി ഉള്ളതാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നാണ് ഇത്തരം പരാമർശങ്ങൾ, മോശമായ പ്രചാരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിജീവിതയെ വലിയ പ്രയാസത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ പോസ്റ്റിൻ്റെ ഉള്ളടക്കം. ഇനിയിപ്പോൾ സർക്കാർ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. അപ്പീൽ പോകുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ ഇതിനകം തന്നെ നിയമ നടപടി നിയമോപദേശം തേടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അപ്പീൽ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഇനിയിപ്പോൾ എന്തായാലും കേസിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുന്ന സമയത്തും അതിജീവിതയെ സംരക്ഷിക്കാനുള്ളൊരു ബാധ്യത ഈ സർക്കാരിനുണ്ട്, ഈ സമൂഹത്തിനുണ്ട്. പക്ഷേ അതിൽ പോലും നിരാശയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോഴും ക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാക്കുകയാണ് ആ പെൺകുട്ടിയെ എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രുതി.